അതീവ ദാരിദ്ര്യരഹിത കേരളം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശുദ്ധ വെട്ടിപ്പും പച്ചനുണകളുടെ സമാഹാരവുമാണ് എന്ന് തുറന്നടിച്ച പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച് സഭ വിട്ടിറങ്ങി പോവുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നിയമസഭയെ തന്നെ ഒരു പ്രഹസനമാക്കി മാറ്റിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ പൊള്ളത്തരം തെളിയിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് സതീശൻ ആദ്യം ഉന്നയിച്ചത്. തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ പട്ടിണി കിടന്ന് മരിച്ച സംഭവം അദ്ദേഹം എടുത്തു പറഞ്ഞു. പട്ടിണി കിടന്ന് മരിച്ച ആ സ്ത്രീ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെടുന്നില്ലേ? ഇന്നത്തെ പത്രവാർത്തയടക്കം സൂചിപ്പിക്കുന്നത് സർക്കാർ പ്രഖ്യാപനം ശുദ്ധ നുണയാണ് എന്നാണ് സതീശൻ പറഞ്ഞത്. ദരിദ്രരഹിത സംസ്ഥാനമാണ് കേരളമെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ഒരു വൃദ്ധ പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചത് എന്നും സതീശൻ ചോദിച്ചു. സംസ്ഥാനം അതീവ ദാരിദ്ര്യരഹിതമാണെന്ന് പ്രഖ്യാപിക്കാൻ മാത്രമാണ് നിയമസഭ വിളിച്ചു ചേർത്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം. ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വായിച്ചു മടങ്ങാൻ വേണ്ടിയാണിത്. കോടികൾ ചെലവാക്കി പരസ്യം ചെയ്ത കാര്യങ്ങൾ വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കി സഭയിൽ വായിച്ചു കേൾപ്പിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദ്യം ചെയ്തു. കൂടാതെ കണക്കുകളിലെ വൈരുദ്ധ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 4.5 ലക്ഷം പരമദരിദ്രരുണ്ടെന്നാണ്. എന്നാൽ എങ്ങനെയാണ് ഈ എണ്ണം 64,000-ആയി കുറഞ്ഞതെന്നാണ് സതീശന്റെ ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് പോലും 5 ലക്ഷത്തിലധികം പേർ ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഈ പ്രഖ്യാപനം കാരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളിൽ നിന്നും കേരളം പുറത്താകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാണ്ടയാണ് ഈ പ്രഖ്യാപനമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയമടക്കം ചൂണ്ടിക്കാട്ടി ഈ സമ്മേളനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോവുകയായിരുന്നുവെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ. അവരെ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആ സ്ത്രീ? കണ്ടില്ലേ ഇന്നത്തെ പത്രവാർത്ത? ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അവർ അതീവ ദരിദ്രയല്ലേ? അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ? സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം. ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞ കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ 140 പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? രണ്ടാമത്, ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് AAY പദ്ധതിയുടെ പ്രകാരമുള്ള 5,90,000 കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു. ആ കാർഡുകൾ അനുസരിച്ച് 5,90,000 പേര് കേരളത്തിൽ ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ്. CPMൻ്റെ കണക്ക് 4.5 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ SAT-6 അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ 5,90,000 പേർ ദരിദ്രരിൽ അതീവ ദരിദ്രർ. അപ്പോൾ ഗവൺമെൻറ് ഒരു 64,000 പേർ. നേരത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1.5 ലക്ഷം പേർ ആശ്രയ പദ്ധതി, അത് അഗതികളായിട്ടുള്ള ആളുകളാണ്, ആരോരും ഇല്ലാത്ത ആളുകളാണ്. അതിൻ്റെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ 1,16,000 കുടുംബങ്ങളുണ്ട്. അതിൽ 6,400 പേരെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ്.
ഇന്നത്തെ വാർത്ത എന്താ? തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ. അവർ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആ സ്ത്രീ? കണ്ടില്ലേ ഇന്നത്തെ പത്രവാർത്ത? ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അവർ അതീവ ദരിദ്രയല്ലേ? അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ? എത്രയോ. ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. ഇപ്പം കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരില്ലാത്ത സ്ഥിതിയാവോ? അപ്പോൾ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിൻ്റെ തലേയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും.